അപ്പോൾ നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക്, റിപ്പോർട്ടിലേക്ക്. ഇപ്പോൾ രാജ്യത്ത് ആദ്യമായി കോവിഡ് സ്ഥിരീകരിച്ചിട്ട് ഇന്നേക്ക് 5 വർഷമാവുകയാണ്. തൃശ്ശൂരിലാണ് രോഗം സ്ഥിരീകരിച്ചത്. എൻ്റെ നാടാണ്, എൻ്റെ ജില്ലയാണ് തൃശ്ശൂർ. അവിടെയാണ് ചോദിക്കുന്നുണ്ടായിരുന്നു കീർത്തന കണ്ണൂരുകാരിയാണോ എന്ന്. അല്ല, ഞാൻ തൃശ്ശൂരുകാരിയാണ്. മേഘനയാണ് മേഘനയായിട്ട് മാറിപ്പോയതാണെന്ന്. സന്തോഷമുള്ളതല്ല, നമ്മളത് ഇപ്പോൾ 5 വർഷമായല്ലോ. ഇപ്പോഴും അതിന്റെ ആഫ്റ്റർ എഫക്ട്സും അതും ഇതൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ മഹാമാരി കാലത്തിന്റെ ഓർമ്മകളിലേക്കാണ് ഈ റിപ്പോർട്ട് കൊണ്ടുപോകുന്നത്. ഇന്ന് കേരളത്തിൽ നിന്ന് 20 പേരുടെ സാമ്പിൾ ഇതേവരെ അയച്ചിട്ടുണ്ട്. അതിൽ 10 എണ്ണം നെഗറ്റീവായിട്ട് വന്നു, 6 എണ്ണം അവിടെ പെൻഡിങ് ഉണ്ടായിരുന്നു. ബാക്കി ഇപ്പോൾ നമ്മൾ ഉടനെ അയച്ചതാണ്. അപ്പോൾ ആ 6 റിസൾട്ടിൽ 1 ഇപ്പോൾ കൊറോണ പോസിറ്റീവായിട്ട് അവർ പറഞ്ഞിരിക്കുകയാണ്. 2020 ജാനുവരി 30 കേരളം ഞെട്ടലോടെ ആ വാർത്ത കേട്ടു. ലോകത്തെ മുൾമുനയിൽ നിർത്തിയ വൈറസ് മലയാള മണ്ണിലും എത്തിയിരിക്കുന്നു. തൃശൂർ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 20-കാരിക്കായിരുന്നു കോവിഡ് ബാധ. ചൈനയിലെ വുഹാനിൽ നിന്ന് മടങ്ങിയെത്തിയതായിരുന്നു വിദ്യാർത്ഥിനി. പിന്നീട് ആശങ്കയുടെ നാളുകൾ. രാജ്യത്താകെ കോവിഡ് പടർന്നു പിടിച്ചു. आज रात 12 बजे से संपूर्ण देश में संपूर्ण लॉकडाउन होने जा रहा है. आज रात 12 बजे से घरों से बाहर निकलने पर पूरी तरह पाबंदी लगाई जा रही है. 2020 മാർച്ച് 24 വൈകിട്ട് രാജ്യത്ത് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. രാജ്യം നിശ്ചലമായി. വൈറസ് രാജ്യമാകെ നടമാടിയപ്പോൾ കേരളം പോരടിച്ചു നിന്നു. സകല സന്നാഹങ്ങളുമായി ആരോഗ്യവകുപ്പ് കോവിഡിനെ നേരിട്ടു. സർക്കാർ പറയുന്ന രീതിയിലോ അതിലപ്പുറമോ ഉള്ള നിയന്ത്രണങ്ങൾ നാട്ടിലുണ്ടാകണമെന്നാണ്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കാൻ തയ്യാറാകാതിരുന്നാൽ നിരോധനാജ്ഞ ഉൾപ്പെടെയുള്ള കർക്കശമായ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകേണ്ടി വരും. 2020 മാർച്ച് 24 കേരളത്തിൽ ആദ്യ കോവിഡ് മരണം സ്ഥിരീകരിച്ചു. എറണാകുളം സ്വദേശിയായ 69-കാരനായിരുന്നു മരണത്തിന് കീഴടങ്ങിയത്. വൈറസിന്റെ പല വകഭേദങ്ങൾ പിന്നാലെ വന്നു. പോരാട്ടത്തിൽ ചിലർ വീണുപോയെങ്കിലും നമ്മൾ ആ മഹാമാരിക്കാലത്തെ അതിജീവിച്ചു. 5 വർഷത്തിനിപ്പുറം ഒരു കെട്ടുകഥ പോലെ ആ കെട്ടകാലം നമ്മൾ ഓർക്കുന്നു. എന്നാൽ ആശങ്കപ്പെടുത്തുന്ന ഒരു കണക്ക് ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. പോയ വർഷം ഏറ്റവും കൂടുതൽ കോവിഡ് മരണം സംഭവിച്ചത് കേരളത്തിൽ. 2024 5597 പേർക്കാണ് സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ചത്. 66 പേർ മരിച്ചെന്നും കേന്ദ്രത്തിന്റെ കണക്കിൽ പറയുന്നു. ജാഗ്രത തുടരണമെന്നാണ് ഈ കണക്ക് നമ്മോട് പറയുന്നത്. റിസർച്ച് ഡെസ്ക് 24. 5 വർഷമായി എന്നുള്ളത് എത്ര പെട്ടെന്നല്ലേ സമയം പോയത്. ഞാൻ ഇന്ന് PGക്ക് പഠിക്കുന്ന കാലമായിരുന്നു. എന്നെയൊക്കെ ഹോസ്റ്റലിൽ നിന്ന് പറഞ്ഞു വിട്ടു. എന്നിട്ട് കോവിഡ് പഠന ഒരു സമയത്ത്. പക്ഷെ ഇപ്പോഴും അതിൻ്റെ എന്താ പറയുക, രോഗം വന്ന് അതിൻ്റെ ഒരുപാട് പേര് കുഴഞ്ഞു വീണ് മരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അത് വന്നതിന് ശേഷം അങ്ങനെയുള്ള രോഗങ്ങൾ വരുന്നു എന്നുള്ള തരത്തിലൊക്കെ പഠനങ്ങളൊക്കെ ആ സമയത്ത് വന്നായിരുന്നു. നമുക്കിപ്പോഴും ഓർമ്മയുണ്ട്, റിസർച്ചിൽ മീനു ഉണ്ടായിരുന്നു, മീനു ചേലാട്. മീനു ഇങ്ങനെ ചെറിയ ചെറിയ സ്റ്റോറികൾ, ഇന്റർനാഷണൽ വാർത്തകളൊക്കെ നോക്കിയിട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു കുഞ്ഞൻ വൈറസ് ചൈനയിൽ നിന്ന് വരുന്നു. അപ്പോൾ ഇത് സ്റ്റോറി ആക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും ആർക്കെങ്കിലും പറ്റുമോ? ഇല്ല, ഒരാൾ മരിച്ചു, 2 ആൾ മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ചൈനയിൽ 2 ആൾ മരിച്ചു എന്ന് പറഞ്ഞാൽ അവൾ സ്റ്റോറി കൊടുക്കാൻ പോകാന്നൊക്കെ പറഞ്ഞ് നമ്മൾ കളിയാക്കി. പിന്നെയാണ് ആ ഒരു വരവാണ് വന്നത്. ഒരു വല്ലാത്ത വരവായിരുന്നു. അങ്ങനെ എത്രയോ കഷ്ടതകൾ അതിന്റെ കഥകളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. നമ്മളെല്ലാവരും ഈ കാലത്ത് ജീവിച്ചവരെല്ലാവരും അത്രയും. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഇതുമായി ബന്ധപ്പെട്ട കണക്ക്, കഴിഞ്ഞ വർഷം കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കണക്കൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും കോവിഡ് മഹാമാരി നമ്മൾ വാക്സിനൊക്കെ എടുത്തുവെങ്കിലും അതിൻ്റെ ആ ഒരു വലിയ പ്രശ്നം മാറി എന്നേ ഉള്ളൂ. അത് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പരമാവധി പനിയൊക്കെ വരുമ്പോൾ മാസ്ക് ഒക്കെ ധരിച്ച്, ഇപ്പോൾ നമ്മുടെ ഓഫീസിലൊക്കെ ആർക്കെങ്കിലും പനി വന്നാൽ ഇവിടെ മാസ്ക് ധരിച്ചാണ്ട് വരില്ല. ഈ ഒരു 5-6 പേരുള്ള ഒരു കുടുംബത്തിൽ ഒരാൾ മാത്രം ബാക്കിയായി, ബാക്കി എല്ലാവരും പോയ, അങ്ങനെയൊക്കെ എത്രയോ പേരാണ് ജീവിക്കുന്നത് അല്ലേ. പക്ഷേ ഈ കുന്നോളം നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ പോലും ആ കോവിഡ് കാലം നമ്മളെ പഠിപ്പിച്ച ചിലതുണ്ട്. കോവിഡ് ആയിരുന്നപ്പോൾ നമ്മളെല്ലാവരും വീട്ടിലിരുന്ന് പഴയ കൂട്ടായ്മകൾ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ക്രിയേറ്റീവായിട്ട് ചിന്തിച്ചു. ഒരുപാട് പേര് യൂട്യൂബ് ചാനൽസ് തുടങ്ങി, പാചകം. പ്രവർത്തകർക്ക് അതിനുള്ള സമയം കിട്ടിയിട്ടില്ല. നമ്മളാണെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കുകയും പിന്നെ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ പ്രവൃത്തി ഓർക്കുന്നുണ്ടായിരിക്കും. കോവിഡിന്റെ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ചിത്രം വരച്ചു വന്ന ഒരു രാകേഷ്, ഒരു ഡിജിറ്റൽ പെൻ, അങ്ങനെ ഒരുപാട് പേര്, സ്ത്രീകളാണെങ്കിലും ഒക്കെ പ്രൊഫഷൻ തന്നെ സ്വിച്ച് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട്. നമ്മൾ കണ്ടിരുന്നല്ലോ, IT-ലൊക്കെ ഉണ്ടായിരുന്നവരൊക്കെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, ആ ഒരു പ്രൊഫഷൻ തന്നെ വന്നു. ഒരുപാട് മാറ്റങ്ങൾ, മാത്രമല്ല ഒരുപാട് പേർക്ക് ഈ ജോലി
നഷ്ടപ്പെട്ടപ്പോൾ എങ്ങനെ ഇവർ ജീവിക്കുമെന്ന് ചോദ്യം. ആ സമയത്തൊക്കെ നമ്മൾ വരുമ്പോൾ ഈ വഴിയരികിൽ വീട്ടിലുണ്ടാകുന്ന കായകളും പഴങ്ങളും ഒക്കെ വിറ്റ് അപ്പം എങ്ങനെയും നമ്മൾ ജീവിക്കും, എങ്ങനെയും അതിജീവിക്കും. ലക്ഷറികൾ വെടിഞ്ഞ് സിമ്പിൾ ആയിട്ട് ജീവിക്കാനും നമ്മൾ അന്ന് പഠിച്ചിരുന്നു അല്ലേ? കോവിഡ് മാറി ഒരു കാലം ഉണ്ടാകുമോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നപ്പോൾ അതൊക്കെ ഒരു ഓർമ്മയായി മാറുന്നു എന്നുള്ളത് ആശ്വാസമാണ്. ഇനിയും അത്തരത്തിലുള്ള രോഗം വർത്തമാനകാലത്തിലേക്ക് തിരികെ എത്തേണ്ട സമയമായിരിക്കുന്നു നമുക്ക്.